ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ഇടാന്നുള്ളത്. ഒന്നുമില്ല, ഒരു ഉച്ചയൂണ് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യമായിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതായത് ചോറ് തയ്യാറാക്കാനായിട്ട്. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം മീൻ കിട്ടിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നെത്തോലിയാണ്. അതിൽ കുറച്ച് എടുത്ത് ഞാൻ വറുക്കാനും എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻ പറ്റിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. വറുക്കാനായിട്ട് മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. മീൻ പീരയ്ക്കായിട്ട് കൊച്ചുള്ളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ട് മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി ഞാൻ ഇടുന്നുണ്ട്, ഉപ്പും തേങ്ങയും ഇത്രയും കൂടി നല്ലതുപോലെ ഞെരടി കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് അടുപ്പിലേക്ക് നമുക്ക് വെക്കാം. തോനെ വെള്ളമൊന്നും ഒഴിക്കണ്ട. അത് ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് അത് വെന്ത് സെറ്റായിക്കോളും. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ നെത്തോലി മീൻ വറുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ തോരൻ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണിത്. കോവയ്ക്ക തോരൻ അരിയുന്നത് പോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കൂടെ പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതത്രയും അരിയുന്ന സമയം കൊണ്ട് നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഗ്യാസ് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കി വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാൻ എടുത്ത് വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക, സവാള, പച്ചമുളകും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയും കൂടി മിക്സിയിലിട്ട് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി തപ്പി തോർത്തി വെക്കാം നമുക്ക്. അപ്പോഴത്തേക്കും ഒന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന്. തൈര് ഇരിപ്പുണ്ട്, അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ്, സവാള, കുക്കുംബർ, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് തൈരും 2 സ്പൂൺ തൈരും ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയ ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള കൂട്ടാനുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞങ്ങൾക്ക് ഇന്ന് ഊണിന് കഴിക്കാനുള്ള കൂട്ടാൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.